ഉത്തരാഖണ്ഡിലെ ഹൽദ്വാനിയിൽ കഴിഞ്ഞ ദിവസം ഒരു ശുദ്ധികലശം നടന്നു. അത് ഒരു പ്രസംഗത്തിന് ശേഷമാണ് സംഭവിച്ചത്. പ്രസംഗിച്ചത് ദളിത് നേതാവും രാജ്യസഭയിൽ പ്രതിപക്ഷ നേതാവും കോൺഗ്രസിന്റെ അധ്യക്ഷനുമായ ഖാർഗെ ആയിരുന്നു. അദ്ദേഹം താഴ്ന്ന ജാതിക്കാരനായതുകൊണ്ട് ആ വേദി ശുദ്ധികലശം ചെയ്തതിന് ശേഷമാണ് പിന്നീട് ഉപയോഗിച്ചത്. ഈ ശുദ്ധികലശത്തിന് നേതൃത്വം വഹിച്ചവര് BJP അനുഭാവികളാണ് എന്നാണ് പറഞ്ഞു കേട്ടത്. പക്ഷേ BJPയുടെ നേതൃത്വം അത് നിഷേധിക്കുകയുണ്ടായി. ചെയ്തതാരുമാകട്ടെ, ചെയ്തത് ഇന്ത്യയുടെ യശസ്സിന് ചേരാത്ത കാര്യമാണ്. ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ വിഭജിച്ചു കഴിയപ്പെട്ടിരുന്ന ഒരു രാജ്യം സ്വാതന്ത്ര്യത്തിലേക്ക് എത്തിയപ്പോൾ പൗര സമത്വത്തിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്തത്. പല പ്രഗത്ഭരുടെയും ഇടപെടലിലൂടെയാണ് നമ്മുടെ രാജ്യത്ത് ജാതിയുടെയും മതത്തിൻ്റെയും പേരിലുള്ള വിവേചനം അവസാനിച്ചത്. ഇക്കാലത്ത് പോലും ജാതിയുടെയും മതത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ആളുകളെ തരംതിരിച്ചു കാണുകയും അപമാനിക്കുകയും ചെയ്യുന്നത് അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമായ കാര്യമാണ്. ലോകത്തിൽ പാപമെന്ന് ഒന്നുണ്ട് എങ്കിൽ അത് മനുഷ്യനെ അപമാനിക്കുന്നതാണ് എന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞതിൻ്റെ അർത്ഥം ഈ പശ്ചാത്തലത്തിൽ വേണം മനസ്സിലാക്കാൻ. അദ്ദേഹം ആ പ്രവൃത്തിയെ ഹീനമായ നടപടിയായി ചിത്രീകരിച്ചത് ശ്രദ്ധേയമാണ്. ഒരു കാരണവശാലും അത് ഏത് നേട്ടത്തിന് വേണ്ടിയിട്ടാണെങ്കിലും എന്ത് രാഷ്ട്രീയത്തിൻ്റെ പേരിലാണെങ്കിലും ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ പരിഷ്കൃത ഭാരതത്തിൽ നടക്കാൻ പാടുള്ളതല്ല.